നമസ്കാരം, ഏവർക്കും ലിലു പ്രേംസ് കോർണറിലേക്ക് ഹാർദവമായ സ്വാഗതം. ഞാൻ ഇന്ന് പരിചയപ്പെടുത്താൻ പോകുന്നത് എൻ്റെ വീട്ടിലെ അടർന എന്ന ബൊഗൈൻവില്ലയെക്കുറിച്ചാണ്. അപ്പോൾ ഇത് ഒരുപക്ഷെ ഈ ബൊഗൈൻവില്ലയ്ക്ക് ഈ പേര് കിട്ടിയതിന് തന്നെ കാരണം നമ്മുടെ പുരാണങ്ങളിലൊക്കെ പറയപ്പെടുന്ന മറ്റ് ഫിലിപ്പിനോ ഫോൾക്ലോറിലുള്ള അടർന പക്ഷിയെപ്പോലെ അത് വളരെ മനോഹരമായ വിചിത്രമായ സൗന്ദര്യവും വർണ്ണാഭമായ തൂവലുകളും ഒക്കെയുള്ള വശീകരിക്കുന്ന സൗന്ദര്യവും ഒക്കെ ഉള്ള ഒരു പക്ഷിയാണ് അടർന. അപ്പോൾ അതുപോലെ നല്ല ഭംഗി, വളരെ മനോഹരമായ ഭംഗിയും അതുപോലെ തന്നെ ഊർജ്ജസ്വലതയും ഒക്കെ ഉള്ള വശീകരിക്കുന്ന സൗന്ദര്യമൊക്കെ ഉള്ള ഒരു ചെടി ആയതുകൊണ്ടായിരിക്കാം ഇതിനും അടർന എന്ന പേര് വന്നത്. അപ്പോൾ ഇതൊരു കുഞ്ഞു ചെടിയാണ് കേട്ടോ. അതിൽ നിറയെ ഫ്ലവർ നിൽക്കുവാണ്. ഇതിൻ്റെ ഫ്ലവറിൻ്റെ പ്രത്യേകത എന്ന് പറഞ്ഞാൽ ഇത് യഥാർത്ഥത്തിൽ ഫ്ലവർ എന്ന് പറയുന്നത് നമ്മുടെ ഇതിലൊക്കെ കാണുന്ന അടുക്ക് കാണുന്ന ഈ വൈറ്റാണ് ഫ്ലവർ എന്ന് പറയുന്നത്. കണ്ടോ, ഇതാണ് ഫ്ലവർ. പക്ഷെ മറ്റതെല്ലാം നമ്മൾ ഈ കാണുന്ന കളർഫുള്ളായിട്ടുള്ളതെല്ലാം ലീവ്സാണ്, മോഡിഫിക്കേഷൻ വന്ന ലീവ്സാണ് നമ്മൾ ഈ കാണുന്ന കളർഫുള്ളായിട്ടുള്ളത്. കണ്ടോ, ഇത് തന്നെ മൾട്ടി കളേർഡാണ്. വൈറ്റ് ഉണ്ട്, പിന്നെ യെല്ലോ ഉണ്ട്, ഓറഞ്ച് ഉണ്ട്, പീച്ചുണ്ട്, പിങ്ക് ഉണ്ട്. അങ്ങനെ ഇതെല്ലാം കൂടെ ചേർന്ന മനോഹരമായിട്ടുള്ള ഒരു ഫ്ലവറാണ് അടർന. ഇതിൻ്റെ ലീവ്സിൻ്റെ പ്രത്യേകത എന്ന് പറഞ്ഞാൽ നല്ല എല്ലാ ബൊഗൈൻവില്ലയ്ക്ക് എല്ലാ സസ്യജാലങ്ങൾക്കും പൊതുവെ ഡാർക്ക് ഗ്രീൻ കളറാണ് ലീവ്സ്. ചിലതിന് മാത്രമേ മാറ്റം ഉള്ളൂ. അപ്പോൾ ഇതിൽ എല്ലാം ഡാർക്ക് ഗ്രീൻ ലീവ്സാണുള്ളത്. ഇതിൻ്റെ തോൺസൊക്കെ ഉണ്ട്, പക്ഷേ മറ്റുള്ള ചില സാധാരണ നമ്മുടെ നോർമൽ കാണുന്ന ബൊഗൈൻവില്ലാസിനെ അനുസരിച്ച് വളരെ കുറവാണ്. തോൺസൊക്കെ മുള്ളുകളൊക്കെ വളരെ കുറവാണ്. ഇതിനെ നമുക്ക് എങ്ങനെ വേണോ വളർത്താം. അതായത് ഇത് നല്ല ഹൈറ്റിലൊക്കെ വളരും, എന്നാലും അതിൻ്റെ നമ്മളെങ്ങനെ പ്രൂൺ ചെയ്ത് വിടുന്നോ അതുപോലെ ആയിരിക്കും ഇത് വളരുക. നമ്മൾ ശരിയായ രീതിയിൽ വളപ്രയോഗം ചെയ്യുക, അതുപോലെ തന്നെ നന്നായിട്ട് പ്രൂൺ ചെയ്ത് വിടുക. അല്ലെങ്കിൽ ഹൈറ്റിലങ്ങ് പോവും. പക്ഷേ ഹൈറ്റിൽ പോകുന്നതിനേക്കാളും നമ്മളൊരു ഒരു ഹൈറ്റിൽ നമ്മൾ പ്രൂൺ ചെയ്ത് വിട്ടാൽ അത് വളരെ മനോഹരമായി നിന്ന് ഫ്ലവർ ചെയ്യും. അതുപോലെ തന്നെ വെള്ളം കൊടുക്കുന്നത് എല്ലാ ദിവസവും നമ്മൾ നട്ട് 3 വർഷം ആകുന്നത് വരെ എല്ലാ ദിവസവും ഡെയിലി വെള്ളം കൊടുക്കണം. കുറച്ച് വെള്ളം കൊടുത്താൽ മതി. പക്ഷെ മഴ സമയത്തൊന്നും വിൻ്റർ സീസണിലൊന്നും വെള്ളം ഒഴിക്കേണ്ട ആവശ്യമൊന്നുമില്ല. അതിനുശേഷം നമ്മൾ ക്ലൈമറ്റ് എങ്ങനെയാണെന്ന് നോക്കിയിട്ട് അതിനനുസരിച്ച് ചെയ്യുക. ഇതിന് നല്ല പ്രകാശം സൺലൈറ്റ് വേണം, എന്നാലും നന്നായിട്ടത് വിരിയത്തുള്ളൂ. ഓക്കെ, അപ്പോൾ നിങ്ങൾക്കെല്ലാവർക്കും ഈ ബൊഗൈൻവില്ല ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു. അപ്പോൾ കഴിയണത് ഇതിൽ വെറിഗേറ്റഡ് ഉണ്ട് കേട്ടോ. അതിൻ്റെ ലീവ്സിന് വേറൊരു പ്രത്യേകത ഒന്നുമില്ല. അതിൻ്റെ ലീവ്സിൻ്റെ വെറിഗേറ്റഡ് ബൊഗൈൻവില്ലാസിൻ്റെ പ്രത്യേകത എന്ന് പറഞ്ഞാൽ അതിൻ്റെ ഇലകൾക്ക് വേറൊരു നടുക്കൂടെ അതിൻ്റെ ഇലകളിൽ വേറൊരു യെല്ലോയിഷ് ടിൻറ്റ് പോലെ ഒരു ലൈൻ കാണും. യെല്ലോയിഷോ വൈറ്റോ ആ ഒരു കളറിലുള്ള ലൈൻ കാണും. ഞാൻ ഒന്ന് കാണിച്ചു തരാം. വെറിഗേറ്റഡിൻ്റെത് ഇതാണ് വെറിഗേറ്റഡ് ലീവ്സ്. ബൊഗൈൻവില്ലയുടെ വെറിഗേറ്റഡ് ലീവ്സാണ്. ഓക്കെ, അപ്പോൾ നമ്മുടെ അടർന എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു. ഒരു കുഞ്ഞു പ്ലാന്റാണ്, അത് നിറയെ ഫ്ലവറുണ്ട്. അപ്പോൾ കിട്ടുകയാണെങ്കിൽ നിങ്ങൾ വാങ്ങി വയ്ക്കുക. ഓക്കെ, അടുത്ത വീഡിയോയിൽ കാണുന്നവരെ ബൈ.